ഈശോയിൽ പ്രിയപ്പെട്ട നമ്മുടെ വീട്ടച്ഛനും ബാക്കി സഹോദരി സഹോദരന്മാർക്കും സ്നേഹമുള്ള മക്കൾക്കും എൻ്റെ കൂട്ടുപോയി. ഇതൊരു പ്രസംഗമോ മറ്റോ അല്ല. നമ്മുടെ ദൈവത്തിന് ഈശോയ്ക്ക് തൻ്റെ സൃഷ്ടിജാലങ്ങളോട് എത്ര അധികവും സ്നേഹവും കാർത്തികമുണ്ടെന്ന് ക്ലാസ്സിലൂടെ മനസ്സിലാക്കി തരുന്ന ഒരു ശ്രമമാണ്. ഇതൊരു വെള്ളമാണ്. ആ വെള്ളത്തിലേക്ക് സാന്ദ്രത ചൂടാക്കിയ വെള്ളമാണ്. ആ ചൂടാക്കിയ വെള്ളം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം, ആ ചൂടാക്കിയ വെള്ളം മുകളിലേക്ക് ചാടി നിൽക്കുന്നത് കാണാം. ഇങ്ങനെ ചാടി വരുന്നത് കാണാം. ചൂടായ വെള്ളമാണ്. ഈ ചൂടായ വെള്ളം ഈ സാധാരണ ലായനിയിൽ വെള്ളത്തിലിട്ടാൽ അത് ഈ പൊങ്ങിപ്പോയി. എന്നാൽ ഇത് വളരെ തണുത്ത വെള്ളമാണ്. ഇത് രണ്ട് ഏകീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് അടിയിൽ പോയി കിടക്കുന്നതല്ലാതെ അത് മുകളിലേക്ക് തിരിച്ചു വരികയില്ല. അതിൻ്റെ അർത്ഥം ഒരു ലായനിയിൽ ചൂടായ ലായനി ഇട്ടാൽ, അതേ ലായനി ചൂടാക്കിയിട്ടാൽ അത് പൊങ്ങി വരികയും, എന്നാൽ തണുപ്പിച്ചിട്ടാൽ അത് താഴ്ന്ന അവിടെ നിന്ന് കിടക്കുകയും ചെയ്യും. ഇത് പ്രകൃതി നിയമമാണ്, ഈശോയുടെ നിയമമാണ്. ഏത് ലായനിയും തണുപ്പിച്ചാൽ ആ തണുത്ത ലായനി താഴോട്ട് പോവുകയും, അത് മുകളിൽ നിന്ന് വീണ്ടും തണുപ്പിക്കുകയാണെങ്കിൽ പിന്നീട് താഴോട്ട് തണുത്ത ലായനിക്ക് പോയി അത് എന്തോരം തണുക്കുന്നുവോ ആ ലായനി മുഴുവനും താഴെ കിടക്കുകയും കൂടുതൽ ലായനി മുകളിൽ കിടക്കുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഇതൊരു സമുദ്രമാണെന്ന് വിചാരിക്കുക. ഈ സമുദ്രത്തിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിൽ തണുപ്പ് മൂലം ഐസാകുന്ന രാജ്യങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ കാറ്റടിച്ചിട്ട്, മഞ്ഞുകാലങ്ങളിൽ കാറ്റടിച്ചിട്ട് ഈ മൂളവശത്തണക്ക് ആ തണുത്ത ജലം താഴോട്ട് ഇരിക്കുകയും മുകളിൽ ചൂടുള്ള വെള്ളം മുകളിലേക്ക് വരികയും വീണ്ടും കാറ്റടിക്കുമ്പോൾ ഈ തണുത്ത ജലം താഴോട്ട് പോവുകയും, ഉദാഹരണമായിട്ട് 22 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. കാറ്റടിക്കുമ്പോൾ ആ 30 ഡിഗ്രിയിലുള്ള വെള്ളം 29 ആവും. 29 എന്നുള്ള വെള്ളം 28. കാറ്റുകളെ തണുത്ത കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം തണുക്കുന്നതോറും വെള്ളം താഴേക്ക് പോവുകയും, എന്തോരം തണുക്കുമ്പോൾ അത്രയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒടുവിൽ ഈ 30 20ആയി, 20 10ആയി, 10 5ആയി, 5 1ആയി, 1 0 ആ വെള്ളം ഐസാവും. ഈ ഐസ് പിന്നെയും തണുക്കുമ്പോൾ ഈ ഐസ് കൂടുതലായിട്ടുള്ള ഐസ് താഴോട്ട് പോകുന്നതല്ലാതെ പോയി ഒരു വലിയൊരു കട്ടിയായി ഇത് മുഴുവനും, ഈ വെള്ളം മുഴുവൻ ഒരു ഐസ് പാളിയായി നിൽക്കുന്നത് കാണാം. എന്നാൽ ഈ ഒരു കുളമാണെങ്കിൽ അല്ലെങ്കിൽ സമുദ്രമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മത്സ്യങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട് സമുദ്രത്തിൽ. ഇവരെല്ലാം ചത്തുപോവുകയും നശിച്ചു പോവുകയും ചെയ്യും. അതിനാൽ കർത്താവ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സൗകര്യമാണ് ഈ പറഞ്ഞ മാതിരി ഈ 30 ഡിഗ്രിയുള്ള വെള്ളം 29ആയി, 28ആയി, 25ആയി താഴോട്ട് പോയി 4 വരെ തണുത്ത വെള്ളം താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. 4 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ആ വെള്ളം താഴോട്ട് പോവുകയല്ല, തണുത്ത ആ 3 ഡിഗ്രിയുടെ വെള്ളം 4 ഡിഗ്രിയിൽ നേരെ വരികയാണ് ചെയ്യുന്നത്. അത് ആയി നിയമം ആകെ ബാധകമാകുന്നത് വെള്ളത്തിന് മാത്രമേ ഉള്ളൂ. ഇതിന് ക്രമരഹിത വികസനം, വെള്ളത്തിന് ക്രമരഹിത വികസനം എന്ന് നമ്മൾ കോളേജിലും സ്കൂളിലെല്ലാം പഠിക്കുന്നു. ആനോണിമസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഇത് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ സമുദ്രത്തിലെ മത്സ്യങ്ങൾ മരിച്ചു പോകരുത്. അതിനുവേണ്ടി ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന അത് ഈ ജലത്തിന് മാത്രമേ ഉള്ളൂ. ഈ 4 ഡിഗ്രി ആകുമ്പോൾ ജലം 4 ഡിഗ്രി ആകുമ്പോൾ ഏറ്റവും കൂടുതൽ തണുത്തിരിക്കും. ആ വെള്ളം ഏറ്റവും താഴെ 4 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ മേലെ 3 ഡിഗ്രി, അതിൻ്റെ മേലെ 2 ഡിഗ്രി, അതിൻ്റെ മേലെ 1 ഡിഗ്രി, അതിൻ്റെ മേലെ 0 ആയി. 0 കഴിഞ്ഞാൽ മൈനസായി. പിന്നെ അത് -1ആയി, -10ആയി, -20ആയി. ഇങ്ങനെ എത്രയോ തണുത്താലും ഏറ്റവും അടിയിലത്തെ വെള്ളം 4 ഡിഗ്രി ആയിരിക്കും. ആ
അപ്പോൾ കർത്താവിൻ്റെ മത്സ്യങ്ങളോടുള്ള സ്നേഹമാണ് ഈ കാണിക്കുന്നത്. ഈ വെള്ളത്തിന് മാത്രമേ ഈ ഒരു പ്രത്യേകതയുള്ളൂ. വേറെ ഏത് സാധനങ്ങളായാലും തണുത്താൽ താഴോട്ട് പോകും. അത് 1 ആയാലും 2 ആയാലും -1 ആയാലും എന്തോരം തണുത്തു പോകും, അത്രയും വെള്ളം താഴോട്ട് പോകും. അല്ല, സാധനങ്ങൾ താഴോട്ട് പോകും. എന്നാൽ വെള്ളത്തിന് മാത്രം ഇത് അങ്ങനെയല്ല. 4 ഡിഗ്രി വരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. 4 ഡിഗ്രി വെള്ളം വരെ അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. 4 ഡിഗ്രി കഴിക്കാൻ 3.9 ആകുമ്പോൾ അത് ഒന്നും കൂടി മേലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. 3.2 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ മേലെ വരും. 2 ആണെങ്കിൽ അതിൻ്റെ മേലെ വരും. 1 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ മേലെ വരും. 0 ഐസായി, എന്നാലും മേലെ കിടക്കും. ഐസ് ഒന്നും കൂടെ തണുപ്പിച്ചാൽ -1, -2, -10, -100 ആയാലും വെള്ളം ഈ ഐസായി കിടക്കുന്ന പകർത്തി കിടക്കുന്ന മുകളിൽ ആ ഐസ് ഒരിക്കലും താഴോട്ട് പോവുകയില്ല. ആ മത്സ്യങ്ങളെ ആ ഐസ് പോയി നശിപ്പിക്കുകയില്ല, കൊല്ലുകയില്ല. എല്ലാ മത്സ്യങ്ങൾക്കും സുഖമായിട്ട് ഈ ഐസിൻ്റെ താഴെ 4 ഡിഗ്രി വെള്ളത്തിൽ സുഖമായിട്ട് ജീവിക്കും. അങ്ങനെ കർത്താവ് മത്സ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക നിയമമാണ് വെള്ളം. ലോകത്തിൽ അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും ഇങ്ങനെ തണുത്താൽ മേലേക്ക് വരുന്ന ഒരു സാധനവും ലോകത്തിലില്ല. 4 ഡിഗ്രി തണുത്താൽ മുകളിലേക്ക് വരുന്ന ഒരു സാധനവും ലോകത്തിലില്ല. വെള്ളം മാത്രമേ ഉള്ളൂ. 4 ഡിഗ്രി 3 ഡിഗ്രി ആകുമ്പോൾ വെള്ളം മുകളിലേക്കാണ് വരുന്നത്, താഴോട്ട് പോവുകയില്ല. 3 ഡിഗ്രി വെള്ളം 2 ഡിഗ്രി ആകുമ്പോൾ അത് താഴേക്കല്ല പോകുന്നത്, വെള്ളം മുകളിലേക്കാണ് വരുന്നത്. 2 ഡിഗ്രി വെള്ളം 1 ഡിഗ്രി ആകുമ്പോൾ അത് താഴേക്കല്ല പോകുന്നത്, അത് നേരേക്കാണ് വരുന്നത്. ആ 1 ഡിഗ്രി വെള്ളം 0 ഡിഗ്രിയായി ഐസായി കഴിഞ്ഞാൽ അത് താഴേക്ക് പോവുകയില്ല, അത് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ 0 ഡിഗ്രി ഐസ് -1 ആയാലും -2 ആയാലും -3 ആയാലും അത് മുകളിൽ ഐസായി പൊങ്ങിക്കിടക്കുക, അല്ലാതെ ഒരിക്കലും ഈ ഐസ് കട്ട ഒരിക്കലും താഴോട്ട് പോവുകയില്ല. അത് മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ മാതിരി അടിയിൽ 4 ഡിഗ്രി വെള്ളം നിൽക്കുകയും മുകളിൽ ഐസ് എത്രയും തണുപ്പായിട്ട് മുകളിൽ നിന്നുകൊണ്ട് ഈ സമുദ്രത്തിലെ ജീവികൾ കർത്താവ് സ്നേഹപൂർവ്വം സംരക്ഷിക്കും. ഇത് പറയുന്നത് നമ്മൾ മത്സ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് നമുക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി, കരയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്.